അതിൻ്റെ ഉള്ളിൽ തകിടും ഭസ്മവും നിറച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഇത്ര അടിയിൽ താഴ്ത്തിയിട്ടേക്കാം. 4 പിന്നെ 5ാമത്തെ ഒരു കുടവും അതിൻ്റെ ഉള്ളിൽ മനുഷ്യൻ്റെ അസ്ഥിയും ഭസ്മവും ആയിട്ട് എടുത്തു. പ്രേക്ഷകർ ഇപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തവരുണ്ടെങ്കിൽ ചിന്തിച്ചോ, നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, ഉറപ്പാണ്. നമ്മളൊരു കുന്നിൻ ചെരുവിൽ ചെന്നിട്ട് രാഹുലിൻ്റെ പേര് തന്നെ പറഞ്ഞാൽ രാഹുൽ 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 എന്ന് പറഞ്ഞിട്ട് എത്ര രാഹുലെ തിരിച്ചു വരും? പക്ഷെ നമുക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഈ നെറ്റിപ്പെട്ട ഇങ്ങനെ അങ്ങ് പൊങ്ങുന്നു, ആ സിനിമകളിൽ കാണുന്ന പോലെ ഇങ്ങനെ അങ്ങ് പൊങ്ങുന്നു ഹേ എന്ന് പറഞ്ഞിട്ട്. അവിടെ ചെന്നപ്പോൾ ഡ്രോ താനെ തുറക്കുക, അടുത്തിട്ട് വീട്ടിൽ അപ്പോൾ അവർ കാളിഭക്തിയാണ്, ഭയങ്കര ഭഗവതി. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന വട്ടാണോ അല്ലേ? ഇതെങ്ങനെയാണോ ആ ഒരു വീട്ടിൽ നിന്നും അടുത്ത ഞാൻ ആ വ്യക്തിയെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അവർ സമ്മതിച്ചു കഴിഞ്ഞു. ചാത്തനേക്കാളൊക്കെ ബുദ്ധിമുട്ട് സോളുകളെ കൊണ്ടാണ്. ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്നതെല്ലാം ബുദ്ധിമുട്ടുകൾ, കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടിക്കുന്നത് ഈ സോൾ പ്രസൻസ് ആണ്, ആത്മാക്കളാണ്. ചാത്തനൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് എതിരെയുള്ള ഒരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ അവരങ്ങ് ഇട്ടേച്ചൊന്ന് പോകും. അതേപോലെ തന്നെ നമ്മൾ ഈ ക്രിസ്റ്റലിലേക്ക് വരികയാണെങ്കിൽ ഈ ഏതൊക്കെ ക്രിസ്റ്റലുകളാണ് ഓരോ മനുഷ്യനും ആവശ്യമുള്ളത്? ഇപ്പോൾ ക്രിസ്റ്റലുകൾ പല വിധത്തിലുണ്ട്. അപ്പം ഒരുപാട് പേരുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്റ്റലുകൾ കയ്യിൽ ധരിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. അപ്പോൾ അങ്ങ് പോലും കയ്യിൽ വ്യത്യസ്ത ക്രിസ്റ്റലുകൾ ധരിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഓരോ ആളുകൾക്കും ഏത് ക്രിസ്റ്റലാണ് വേണ്ടത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും? ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ക്രിസ്റ്റൽ വരുന്ന ആളുടെ കയ്യിൽ ഇങ്ങനെ നീട്ടിപ്പിടിക്കാൻ പറയും. എന്നിട്ട് ഞാൻ പെൻഡുലം വെച്ചിട്ട് പോസിറ്റീവായിട്ട് ഇറങ്ങുന്നുണ്ടോ നെഗറ്റീവായിട്ട് ഇറങ്ങുന്നുണ്ടോ നോക്കും. നെഗറ്റീവായിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ചിലരത് ധരിച്ചിട്ട് അത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ആ മാറ്റി കഴിഞ്ഞപ്പോൾ ഓരോ പ്രശ്നം മാറിയിട്ടുണ്ട്. ധരിച്ചു കഴിഞ്ഞാലും ക്രിസ്റ്റലുകൾ ചിലത് ധരിക്കാം, ക്രിസ്റ്റലുകൾ ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം ദോഷമുണ്ടാവും. ഇനി നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു ഭൂമിക്ക് ഒരു ദോഷമുണ്ട്. ആ ഭൂമിയിൽ ദോഷം ഉണ്ടെങ്കിൽ നമ്മളിത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്, അതായത് ഇതിലേക്ക്, അതായത് ഒരു താന്ത്രിക പ്രവർത്തനമാണത്, പ്രവൃത്തിയാണ് അത്. നമ്മൾ അതിലേക്ക് സന്നിവേശിപ്പിച്ചിട്ട് ഈ എനർജി ഉള്ള സാധനം അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ, അവിടെ ഈവൻ സർപ്പദോഷം വരെയുള്ള സ്ഥലത്ത് സർപ്പത്തെ നമ്മൾ പറഞ്ഞു വിടാറില്ല. സർപ്പത്തെ അവർക്ക് അനുകൂലമാക്കാനേ പറ്റുള്ളൂ. ഞാൻ കണ്ടെടുത്തോളം ഏറ്റവും പ്രയാസമുള്ളത് സർപ്പത്തിൻ്റെ ഊർജ്ജമുള്ള സ്ഥലത്തെ നമ്മൾ ഒരിക്കലും മലിനപ്പെടുത്താനോ അവിടെ കൂടുതൽ കളികൾ കളിക്കാനോ പാടില്ല. പകരം അവരെ നമുക്ക് സഖ്യഭാവത്തിലാക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് സഖ്യഭാവത്തിലാവുന്നുണ്ട്. ഞാനിരിക്കുന്ന വീട് പോലും അത്രയും ദോഷമുള്ള ആ സ്ഥലത്തെ ഞാൻ ഇതുപോലെ വെച്ചിട്ട് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് വെച്ചടി പുരോഗതിയാണ്. അതെൻ്റെ വീട്ടുകാർക്ക് ശരിക്കും അറിയാവുന്ന കാര്യമാണ്, എന്നെ അറിയാവുന്നവർക്ക് അറിയാവുന്നതാണ്, എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നവർക്ക്. അപ്പോൾ ഇത് നമ്മൾക്ക് അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നെഗറ്റിവിറ്റി, അതായത് ഈ പറയുന്ന എൻറ്റിറ്റി ഉപദ്രവങ്ങൾ ഉള്ളിടത്ത് ഇത് കൊണ്ടുവയ്ക്കുമ്പോൾ അത് മൊത്തം നിൽക്കുന്നുണ്ട്. മലപ്പുറത്തുനിന്നൊരു മുസ്ലിം ലേഡി വന്നു, അവിടെ സ്ഥിരം പ്രേത സാന്നിധ്യം അറിയുന്നു, പച്ച പൂച്ചമൂത്രത്തിൻ്റെ മണം, സിഗരറ്റ് വലിച്ച സ്മെല്ല്, ഇതൊക്കെ വരുന്നു. അവർ പല ആളുകളുടെ അടുത്ത് പോയി ഇതൊന്നും നടക്കുന്നില്ല. എന്തോ ഒരു വിശ്വാസം തോന്നി എൻ്റെ അടുത്ത് വന്നു. ക്രിസ്റ്റൽ വെച്ചതിന് ശേഷം പിന്നെ അവർക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. എങ്ങനെ മാറി? അപ്പോൾ ഇവിടെ ഇതിനെതിരെയുള്ള ഒരു എനർജി അവിടെ ചെല്ലുമ്പോൾ മറ്റേതിനവിടെ നിലനിൽക്കാൻ പറ്റാതെ വിട്ടുപോകുന്നതാണ്. അത് ചെയ്യാൻ പറ്റും, പക്ഷെ ഇതിലെടുക്കുന്ന ഒരു റിസ്ക് ഉണ്ട്. ഇപ്പോൾ രാഹുലിൻ്റെ വീട് വളരെയധികം ദോഷങ്ങളുള്ളൊരു വീടാണ്. ആ ദോഷങ്ങൾ മാറ്റുന്നത് ഞാനാണെങ്കിൽ എനിക്ക് അവിടെ വരേണ്ട ആവശ്യമില്ല. റിമോട്ട് വ്യൂയിങ് എന്ന് പറഞ്ഞൊരു കപ്പാസിറ്റി ഉണ്ട്. ഈ സൈക്കിക് എബിലിറ്റിയിൽ ഒരു ഹയർ ലെവൽ കപ്പാസിറ്റിയാണ് റിമോട്ട് വ്യൂയിങ് എന്ന് പറയുന്നത്. അതായത് രാഹുൽ എൻ്റെ അടുത്ത് 1-to-1 കൺസൾട്ടേഷൻ വരുന്നു. എൻ്റെ കൺസൾട്ടേഷൻ റൂമിലിരിക്കുന്നു. നിങ്ങളുടെ വീടിൻ്റെ വീഡിയോ ചുറ്റും എടുത്തുകൊണ്ട് വരാൻ പറയുന്നു, അകത്തെ വീഡിയോയും പുറത്തെ വീഡിയോയും. ഞാൻ ഇവിടെ നിന്ന് നോക്കിയിട്ട് ഇവിടെ കുഴിച്ചോ എന്ന് പറഞ്ഞാൽ അവിടെ സാധനം കിട്ടും. ആലുവയിൽ ഒരാൾ വന്നു കോട്ടപ്പുറത്തുനിന്ന്. ഞാൻ പറഞ്ഞു, എവിടെ ഈ ക്രിസ്റ്റൽ ഇതുപോലെ കൊണ്ടുപോയി കുഴിച്ചിടുന്നത് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ കുഴിച്ചിടും, അവിടെ വീണ്ടും സാധനങ്ങൾ കിടപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു ആളോട്. ആൾ പറഞ്ഞു നോക്കട്ടെ സാറേ എന്ന് പറഞ്ഞു. കുഴിച്ചിടാൻ നേരത്തെ ഞാൻ പറഞ്ഞ സ്ഥലത്താണ് കുഴിച്ചിട്ടത്. അത് ഞാൻ ഇത് വെച്ചിട്ടാണ്, ക്രിസ്റ്റൽ വെച്ച് നമ്മൾ പെൻഡുലം വെച്ചിട്ടാണ് പറഞ്ഞത് ഇന്ന സ്ഥലത്ത് കുഴിച്ചിടണം. ആ കുഴിച്ച സ്ഥലത്ത് ഇത്രയുള്ളൊരു കുപ്പി, അതായത് പുള്ളി പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടില്ല, എനിക്ക് ഫോട്ടോ അയച്ചു തരുമായിരുന്നു. അതായത് ഇത്രയുള്ളൊരു കുപ്പി, അതായത് ഈ നമ്മുടെ റോസ് വാട്ടർ വരുന്ന കുപ്പിയില്ലേ ചെറുത്, ഡാബറിൻ്റെ ഒക്കെ പോലത്തെ ആ കുപ്പി, വളരെ പഴക്കമുണ്ട്. അതിൻ്റെ ഉള്ളിൽ തകിടും ഭസ്മവും നിറച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഇത്ര അടിയിൽ താഴ്ത്തിയിട്ടേക്കാണ്. ഞാൻ ഒരടി താഴ്ചയിൽ ഇത് കുഴിച്ചിടാനാണ് പറഞ്ഞത്. അവിടെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ 6ാമത്തെ കെട്ടി. അതിനു മുമ്പ് വീടിൻ്റെ ചുറ്റുമുള്ളത് വേറൊരാൾ എടുത്തു കൊടുത്തു. 4 പിന്നെ 5ാമത്തെ ഒരു കുടവും അതിൻ്റെ ഉള്ളിൽ മനുഷ്യൻ്റെ അസ്ഥിയും ഭസ്മവും ആയിട്ട് എടുത്തു. ചുവന്ന തുണി കൊണ്ട് കെട്ടി വെച്ചതൊക്കെ ഇത് അവരുടെ ബന്ധു തന്നെ ചെയ്തതാണ്, അമ്മയുടെ അനിയത്തി തന്നെ ചെയ്തതാണ്. അത് പിന്നീട് അത് കണ്ടുപിടിക്കുകയും ചെയ്തു, അവർ തന്നെ ചെയ്താണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ഇനി മാത്രമല്ല അവരതിൻ്റെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ ക്യാൻസർ പേഷ്യൻ്റാണ്. ഇത് ചെയ്യുന്നവരൊക്കെ അനുഭവിക്കും കേട്ടോ. പ്രേക്ഷകർ ഇപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്തവരുണ്ടെങ്കിൽ ചിന്തിച്ചോ, നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, ഉറപ്പാണ്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്നത് കറക്റ്റാണ്. ഈ എനർജിയുടെ കളിയാണ്. ഇപ്പോൾ രാഹുലിനെതിരെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അടി തിരിച്ച് എനിക്കും വരും. എനർജിയുടെ നിയമം അതാ. നമ്മൾ എക്കോ കേട്ടിട്ടില്ലേ?
നമ്മളൊരു കുന്നിൻ ചെരുവിൽ ചെന്നിട്ട് രാഹുലിൻ്റെ പേര് തന്നെ പറഞ്ഞാൽ രാഹുൽ 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 എന്ന് പറഞ്ഞിട്ട് എത്ര രാഹുല തിരിച്ചു വരിക? ഇതാണ് പ്രകൃതിയുടെ യൂണിവേഴ്സിൻ്റെ നിയമം. നമ്മളവിടെ ചെന്ന് ഒരു തവണ പറഞ്ഞാൽ ഒരു തടവ് സ്വന്തം 100 തടവ് സ്വന്തം മാതിരി എന്ന് പറഞ്ഞ പോലെ അത് തിരിച്ചു വരും, തിരിച്ചു വരും, ഉറപ്പാണ്. അതുകൊണ്ട് കഴിയുന്നതും മനുഷ്യജന്മത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുക. ചീത്ത കർമ്മങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ട് അത് അനുഭവിക്കേണ്ടി വരും. ഇപ്പം അനുഭവിച്ചില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ. ഇപ്പോൾ രാഹുലിനെ ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ട്, ഈ ജന്മത്തിൽ തന്നെ അനുഭവിച്ചില്ല, ഞാൻ മരിച്ചുപോയി. രാഹുലിനെ കുറച്ച് നാൾ കഴിഞ്ഞു, രാഹുലിൻ്റെ കാലം കഴിഞ്ഞു. അടുത്ത ജന്മത്തിൽ രാഹുൽ തിരിച്ച് എനിക്കത് തരും. ചില വ്യക്തികൾ ഇപ്പോൾ 3 തവണയൊക്കെ വിവാഹം കഴിച്ചിട്ട് വിവാഹമോചനം നടത്തിയ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. കർമ്മദോഷമാണ്. അല്ലെങ്കിൽ പിന്നെ 3 പേര് ജീവിതത്തിൽ വന്നിട്ട് പോവാന്ന് പറയുന്നത് ഒരു ലേഡി എൻ്റെ അടുത്ത് വന്നു. കർമ്മദോഷമാണ്, ഉറപ്പാണ്. ഈ വിവാഹമോചനം കർമ്മദോഷം കൊണ്ട് തന്നെയാണ് വരുന്നതെന്ന് വളരെയധികം തെളിവുകളടക്കം ഞാൻ നിർത്തിത്തരാം. വിവാഹമോചനങ്ങൾ കൂടുതലും കർമ്മദോഷം തന്നെയാണ്. കർമ്മദോഷം തന്നെ കഴിഞ്ഞ ജന്മങ്ങളിൽ പാപഫലം. അതായത് കഴിഞ്ഞ ജന്മത്തിൽ രാഹുൽ ഒരു പെണ്ണായിരുന്നു. രാഹുലിനെ കല്യാണം കഴിച്ച ആള് രാഹുലിനെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ചു, ഉപേക്ഷിച്ചു, വേറെ പെണ്ണിന്റെ കൂടെ പോയി എന്ന് വിചാരിക്കുക. ഈ ജന്മത്തിൽ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുന്നത്. നേരെ രാഹുൽ ഇത് അനുഭവം അയാൾ പെണ്ണായിട്ട് ജനിക്കും, രാഹുൽ ആണായിട്ട് ജനിക്കും, തിരിച്ചത് കൊടുക്കും. അപ്പോൾ അത് ഈക്വലൈസായി. അങ്ങനെ നമ്മൾ ഈ കർമ്മങ്ങൾ ബാലൻസ് ചെയ്ത് പോയാൽ മാത്രം. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ ജനിച്ചു വീഴുമ്പോൾ സഞ്ചിത കർമ്മമുണ്ട്. അതായത് പണ്ടത്തെ ചെയ്തു വെച്ച ജന്മത്തിൽ ചെയ്തു വെച്ചത്, പൂർവ്വജന്മത്തിൽ ചെയ്ത പാപങ്ങൾ, പ്രാരാബ്ധ കർമ്മങ്ങളുണ്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആഗാമിക കർമ്മമുണ്ട്. ഈ എല്ലാ കർമ്മങ്ങളും തീർത്തിട്ടേ നമുക്കൊരു മനുഷ്യ ജീവിതം പോകാൻ പറ്റുള്ളൂ. തിരിച്ചെവിടെ? സോഴ്സിലേക്ക്, ജീവാത്മാവ് പരമാത്മാവിലേക്ക് പോകുന്ന അവസ്ഥ. അതിന് തുല്യമാവണമെങ്കിൽ പലരും ചിലപ്പോൾ 1000 ജന്മങ്ങൾ വരെ ചിലർ എടുക്കേണ്ടി വരും, പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് കിട്ടിയ നന്മ എന്ന് പറയുന്നത്, പുണ്യജന്മം എന്ന് പറയുന്നത്, ഇപ്പോൾ രാഹുൽ എന്ന് പറഞ്ഞ ഒരാളായിട്ട് ഞാൻ ജനിച്ചു, രാഹുൽ ജനിച്ചു, ഞാനൊരു ബിനോയ് ജോണായിട്ട് ജനിച്ചു, മനുഷ്യനായിട്ട് ജനിച്ചു, ഭാഗ്യമാണ്. ഈ ജന്മത്തിൽ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് നന്നായിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നു. നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സുകൊണ്ടോ വാചകങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ചെയ്തു വെച്ചിരിക്കുന്ന നെഗറ്റീവ് കർമ്മങ്ങൾ നമ്മൾ അനുഭവിച്ചേ അടങ്ങുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ, ഒരാൾ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു, അയാൾ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട്, 10-25 വയസ്സേ ഉള്ളൂ, അയാൾക്ക് ഒരു ബിരിയാണി കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ പെണ്ണിനെ കെട്ടിജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ മരിക്കുകയാണ്. ഉറപ്പാണ് ബിരിയാണി തിന്നാനും ഈ പെണ്ണിനെ കല്യാണം കഴിക്കാനുമായിട്ട് അടുത്തൊരു ജന്മം ജനിക്കും. പറയുമ്പോൾ നമുക്ക് ചിരി വരും, പക്ഷേ സോളിന്റെ ജേണി അതാണ്. പക്ഷെ നമുക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ. അത് വിശ്വസിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ, ഇത് കോടികളിൽ 1, 2, 3 പേർക്കൊക്കെ ആയിരിക്കും ഈ ഒരു സൈക്കിക് എബിലിറ്റി ഉണ്ടാകും. ഇപ്പൊ നമ്മളിത് വിളിച്ചു പറയുമ്പോൾ സൈക്കാട്രിസ്റ്റുകളും അതുപോലെയുള്ള ആളുകളും ഒക്കെ ശാസ്ത്രം മാത്രം പഠിക്കുന്ന ആൾക്കാർ പറയും ഇയാൾ ഭ്രാന്തനാന്ന് പറയും. അപ്പോൾ ഇപ്പോൾ ഇന്നാളും എന്നെ കളിയാക്കിയ ആൾക്കാർ, ഞാൻ ഫോട്ടോ വെച്ചിട്ട് ഒരാളുടെ നെറ്റിയിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ബാധ അവിടെ ഇളകുന്നത് എന്തുകൊണ്ടാണ്? അപ്പം അതായത് രാഹുലിന് ദോഷമുണ്ട്, രാഹുലിൻ്റെ ഫോട്ടോ ഇവിടെ ഇരിക്കുന്നു, ഞാനിങ്ങനെ കൈവച്ച് ഞാൻ പ്രാർത്ഥന തുടങ്ങുമ്പോൾ അവിടെ ഇളകുന്നുണ്ട്. തത്തമ്മ പറയുന്ന പോലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച 2 എണ്ണം അങ്ങനെ പോയി. ഒന്നിലാണും 1 പെണ്ണുമായിരുന്നു. 1 ഭർത്താവിൻ്റെ അമ്മയായിരുന്നു ആ സ്ത്രീയിൽ, വേറെ 1 അവർ അറിയാത്തൊരു ഒരു സോള്, എവിടുന്നോ വന്നൊരു സോൾ 18 വർഷമായിട്ട് ആ സ്ത്രീയിലിരിക്കുന്നു. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് കൃത്യമായിട്ട് പറയുന്നത്? ഇവർക്ക് വല്ല കഥ അറിയൂ? ഇവർക്ക് അങ്ങനെ ഒരു ജന്മത്തെ അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെ സംഭവിക്കുന്നു? അത് കൃത്യം പേരടക്കമാണ് പറയുന്നത് ഓരോരുത്തരുടെ. ഈ മറ്റേ ഞാൻ പറഞ്ഞില്ലേ, തൃശ്ശൂരിൽ നിന്ന് വന്ന ലേഡിയിൽ ഭർത്താവിനെ കൈ കീറി പിടിച്ചിട്ട് നേരെ, ഡാ നിനക്ക് മനസ്സിലായില്ലേ, ഞാൻ നിന്റെ അമ്മയാടാ, ഞാൻ പേര് ഞാൻ പറയാനുള്ള പേരും അങ്ങ് പറഞ്ഞു. അപ്പോൾ അയാൾ എന്നെ ഇങ്ങനെ പകച്ചു നോക്കുകയാണ്, സാർ ഇതൊന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യൂ. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തു, ഞാൻ കാണിച്ചു തരാം. പക്ഷെ ആളാരാണ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരില്ല. പക്ഷെ നമ്മളിത് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അത് ഞാൻ നേരിട്ട് കാണിച്ചു തരാം, ഇത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പം അത് കൂടുതൽ നമുക്ക് അതാണ്, ഇത് പലതും ഉണ്ടല്ലോ. സൂക്ഷ്മതലത്തിൽ നിൽക്കുന്ന എനർജിയെ നമുക്കറിയണമെങ്കിൽ നമുക്കൊരു വിഷ്വൽ സ്പെക്ട്രം ഉണ്ട്, നമുക്കൊരു ഹിയറിംഗ് സ്പെക്ട്രം ഉണ്ട്, അതിന് പരിധിയുണ്ട്, ലിമിറ്റേഷനുണ്ട്. ആ ലിമിറ്റേഷനുള്ളിൽ ഇരുന്നിട്ട് ഇതിനെ ഒന്നും നമുക്ക് സംബന്ധിച്ചറിയാൻ പറ്റില്ല. ആ സ്പെക്ട്രത്തെ ഭേദിച്ച് പോകുന്ന ഒരാൾക്ക് ഇതിനറിയാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും ഒരു ശാസ്ത്രജ്ഞനോ അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിനോ സൈക്കോളജിസ്റ്റിനോ ഒക്കെ ഇത് എതിർക്കാനേ തോന്നുള്ളൂ. കാരണം അവരുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ റൂമിൽ വന്ന് ഇത് നേരിട്ട് കാണുകയാണെങ്കിൽ എനിക്കെതിരെ ഇപ്പോൾ 24 തമ്മിൽ ഞാൻ സംസാരിച്ചപ്പോൾ ഗൗരവം എന്നെ എതിർത്ത് സംസാരിച്ച ആളുണ്ട്. ഇപ്പം ഈ ബാധ ഒഴിയുന്ന സമയത്ത് അയാൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ സൈക്കാട്രി കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്നുള്ളത് പുള്ളിക്ക് ബോധ്യപ്പെട്ടേ. അതാ ഞാൻ പറയുന്നത്, നമ്മൾ പറയുമ്പോൾ ഇത് ആൾക്കാർക്ക് ബോധ്യമാവില്ല. എൻ്റെ അടുത്ത് വന്ന രണ്ടും ഭർത്താക്കന്മാരാണ്, സ്ത്രീകൾക്ക്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ഒരു ഒബ്സർവേഷൻ, ഈ ആഭിചാര കർമ്മങ്ങൾ ചെയ്യപ്പെടുമ്പോൾ അത് ഏൽക്കുന്ന വ്യക്തികളിൽ
ഭർത്താവിനും ഭാര്യയ്ക്ക് ഏറ്റുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് അത് കൂടുതലായിട്ട് അതിൻ്റെ അനുഭവം ഉണ്ടാകുന്നുണ്ട്. സ്ത്രീകളിൽ ഇത് കൂടുതലായിട്ട്. അത് കാരണം എൻ്റെ കൂട്ടത്തിൽ കൂടുതൽ വരുന്നത് സ്ത്രീകളാണ്. അവരുടെ ആങ്ങളമാരോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ ബന്ധുക്കളോ അമ്മയൊക്കെ ആയിരിക്കും ഈ മകളെ കൊണ്ടോ അല്ലെങ്കിൽ മരുമകളെ കൊണ്ടൊക്കെ വരുന്നത്. സ്ത്രീകൾക്ക് ഇത് കൂടുതലാണ്. പിന്നെ ചില നാളുകാർ, അത് ഞാനിനിയിപ്പോൾ അത് കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടില്ല. ഒരു 1000കണക്കിന് സ്റ്റഡീസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്താം. ആയില്യംകാരൻ്റെ അടുത്ത് കൂടുതൽ വരുന്നുണ്ട്, മൂലംകാർ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകാർ ഈ ആഭിചാര ദോഷം കൂടുതൽ ഏൽക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. അത് ഞാനിനി കുറച്ചും കൂടി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക അതിൽ. അപ്പോൾ ഇത് പാരാനോർമൽ സ്റ്റഡീസ് താല്പര്യമുള്ള ഒരാൾക്ക് ഇതിലേക്കൊക്കെ പോകണമെന്ന് തോന്നുന്നു. സോളുകൾ പണ്ടൊക്കെ എനിക്ക് പേടിയായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാനൊരു 12 വയസ്സ് വരെയൊക്കെയുള്ള കാലഘട്ടം, 12 അല്ല, ഒരു 18 വയസ്സ് വരെ. അതിനുശേഷം പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മനുഷ്യനെ പേടിച്ചാൽ മതി, പ്രേതങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല. അത്ഭുതകരമായ വേറൊരു അനുഭവമുണ്ട്. എറണാകുളത്ത് കത്തർക്കടവ് എന്നൊരു ലേഡി എൻ്റെ അടുത്ത് വന്നു. 38 വയസ്സ് പ്രായം. ഈ സ്ത്രീ 4 സ്ഥലങ്ങൾ മാറി മാറി താമസിച്ചു. ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പം ഇതുപോലെ ഇവിടെ തൂക്കിയിട്ടിട്ടുള്ള ചിത്രമൊക്കെ ഇല്ലേ, അതൊക്കെ നിലത്ത് വീഴുക. ഫോർ എക്സാമ്പിൾ അവർ പറഞ്ഞ ഈ ഓഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അവരുടെ അനുമതിയോടുകൂടി റെക്കോർഡ് ചെയ്തതാണ്. ആരെങ്കിലും സംശയം ചോദിച്ചൊന്ന് കേൾപ്പിച്ചോട്ടെ. ഏകദേശം 10 മിനിറ്റിനടുത്ത് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ അനുഭവങ്ങൾ പറയുന്നത് അവരുടെ അനുഭവത്തോടു കൂടിയാണ്. ഞാൻ അവരുടെ പേരൊന്നും അതിനകത്ത് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടാണ് റെക്കോർഡ് ചെയ്തത്. ഞാൻ കേൾപ്പിച്ചു തരാം രാഹുലിനെ. അവരുടെ അനുഭവം എന്താണെന്ന് വെച്ചാൽ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ 4 സ്ഥലങ്ങൾ മാറി. അപ്പം നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കിട്ടിയിട്ടും അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു മണി പോലത്തെ സാധനം, ഇവർ ഇച്ചിരി ആർട്ടിസ്റ്റിക്കാണ്, ഇവരൊരു മോഡലൊക്കെയാണ്. അപ്പോൾ ഈ മണി പോലൊരു സാധനം ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഠിങ് എന്ന് പറഞ്ഞിട്ട് നിലത്തേക്ക് വീഴുക. അവർ വീണ്ടും എടുത്ത് വെച്ചു, തിരിഞ്ഞു കിടക്കുമ്പോഴേക്കും വീണ്ടും നിലത്തേക്ക് വീണു. വീണ്ടും എടുത്ത് വെച്ചു, തിരിഞ്ഞു കിടന്നു, വീണ്ടും അങ്ങനെ 4 കാണാം. പിന്നെ അവരെ എടുത്തു വെച്ചില്ല, അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത് അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ, രാത്രി ആരോ വന്ന് എൻ്റെ അടുത്ത് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. അമ്മ പറഞ്ഞു എനിക്ക് ഭ്രാന്താടി എന്ന് പറഞ്ഞു ഈ സ്ത്രീ. അപ്പോൾ അമ്മ കൂടെ ഇരിപ്പുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് വന്നപ്പോൾ അമ്മ പറയുകയാണ്, സാറേ, ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് എന്താ അനുഭവം എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറയുകയാണ്, പൊന്ന് സാറേ, എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് സാറിന് മുമ്പിലിരിക്കുന്നത്. ചോദിച്ചു എന്നാ ഉണ്ടായ അമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞതെന്നാണെന്നറിയും, ഇവരുടെ വീട്ടിൽ ഇതുപോലെ തന്നെ ഒരു നെറ്റിപ്പട്ടം പോലെ ഒരു സാധനം ഉണ്ടല്ലോ അലങ്കരിച്ച് വെക്കുന്നത്, അത് തൂക്കിയിട്ടിരുന്നു. ഇവർ റൂമിലിരുന്ന് വായിക്കും എന്തോ ഇതിനായിട്ട് അവിടെ ലിവിങ് റൂമിൽ ഇരിക്കുകയാണ്. ഈ പെണ്ണിനുള്ള വീടാണത്, വാടക വീടാണ്. ഇനി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റോ ഫ്ലാറ്റോ മറ്റോ ആണ്. അവർ പറഞ്ഞ് അത് ആ ഓഡിയോ കേൾക്കുമ്പോൾ അറിയാം. വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ കാണുകയാണ് ഈ നെറ്റിപ്പട്ടം ഇങ്ങനെ അങ്ങ് പൊങ്ങുന്നു. അവർ കൈകൊണ്ട് കാണിക്കുകയാണ് എന്നോട്, നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ അങ്ങ് പൊങ്ങുന്നു. ഠേ എന്ന് പറഞ്ഞ് നിലത്ത് വീഴുന്നു. ഇവർ എഴുന്നേറ്റ് ഊട്ടി. അപ്പോൾ മകള് അടുക്കളയിൽ അങ്ങനെ എന്തോ ആയിരുന്നു. ചെന്ന് പറയും, മോളെ ഇടി, എനിക്ക് വിശ്വാസം, ഇടി വീണടി നമുക്ക് ഈ വീട് വിട്ടു പോകാന്ന് പറഞ്ഞു. അപ്പം തന്നെ അവർ അടുത്ത വീട് കണ്ടുപിടിച്ച് അങ്ങോട്ട് മാറി. അവിടെ ചെന്നപ്പോൾ ഡ്രോ താനെ തുറക്കുക, അടച്ചിട്ടുണ്ടോ വീട്ടിൽ. അപ്പോൾ അവർ കാളിഭക്തിയാണ്, ഭഗവതി ഭയങ്കര പൂജിക്കുന്ന ആളാണ് പുള്ളിക്കാരി. ഇതെൻ്റെ ദൈവമേ ഭഗവതി എന്നെ രക്ഷിക്കണേന്ന് പറയുമ്പോഴേക്കും ഈ ഡ്രോ അകത്തേക്ക് പോകുന്നു. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാൾക്ക് എന്നെ വട്ടാണോ അല്ലേ? ഞാൻ ആ വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെടുത്തി തരാം. അവർ സമ്മതിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞ ഓഡിയോ ഞാൻ കേൾപ്പിച്ചു തരാം. എൻ്റെ മുമ്പിൽ വന്നത് ഇത് ആ വീട്ടിന്റെ പ്രശ്നമായിരുന്നു, അല്ല, ആ വ്യക്തിയുടെ പ്രശ്നമാണ്. ഞാൻ അവസാനം കൺക്ലൂഷനിലെത്തി. ഇവർ പോകുന്ന എല്ലാ വീടുകളിലും ഈ പ്രശ്നമാണ്. ഇവരിയ്ക്കുന്ന വീടുകളിലാണ് ഈ പ്രശ്നം. ഇവരുടെ കൂടെ ഇരിക്കുന്ന ശക്തിയാണ് ഈ ചെയ്യുന്നത്. ഇപ്പം അത് ഹീലിങ്ങിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കിടക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞു, അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാൻ പോവുകയാണ്. ചിലത് വന്ന് ആ നിമിഷത്തിനുള്ളിൽ തന്നെ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറിനുള്ളിൽ ഒഴിഞ്ഞു പോകുന്നെങ്കിൽ ചിലത് സമയമെടുക്കും. ഡിപ്പെൻസ്, അത് അവരുടെ യോഗം കൂടി പോലെ ഇരിക്കും. ഇതിനൊരു സമയമുണ്ട്, എല്ലാത്തിനൊരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ ഇതിനൊരു സമയമുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മുടെ റൂമിനകത്തേക്ക് കാലെടുത്ത് വെക്കത്തുള്ളൂ. അത് ആരായിരുന്നു അവരോടൊപ്പം ഉള്ളത്? അത് ഒരു ആണിനെയാണ് കാണുന്നത്. ഒരു 10-40 മേലെ വയസ്സുള്ളൊരു ആണിനെയാണ് കാണുന്നത്. ഇപ്പം നേരത്തെ 33 വയസ്സുള്ള ലേഡിയിൽ 43 വയസ്സുള്ള കുടിയൻ. ആ സ്ത്രീ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം വരുന്ന സമയത്ത് ഇങ്ങനെ ഇറച്ചിയൊക്കെ കടിച്ചിങ്ങനെ വലിക്കുമെന്ന് പറയുന്നു. ആ സമയത്ത് കൈയൊന്നും ആരുടെ അടുത്തും മുട്ടാൻ പാടില്ല. ഭർത്താവ് പറയുകയാണ്, മുട്ടിക്കഴിഞ്ഞാൽ അന്യൻ്റെ പോലെയാണ്. പിന്നെ പാട്ടിപ്പറിക്കലും അമ്മായിയമ്മ തല്ലാൻ ചെല്ലുക, മുടിക്ക് കുത്തിപ്പിടിക്കുക. എന്നാൽ ഇതങ്ങ് ഒഴിഞ്ഞു പോയാലുണ്ടല്ലോ പുള്ളിക്കാരി ഒരു മോഹാത്സ്യപ്പെട്ടൊരു വീഴ്ച. പിന്നെ അങ്ങ് എഴുന്നേറ്റാ ചേട്ടാ പറഞ്ഞിട്ട് വളരെ ഒരു കുഴപ്പമില്ലാത്ത വളരെ വിനീത ഭാവത്തിൽ ചെല്ലും. ആള് പറയാണ്, എൻ്റെ പൊന്നു സാറേ, ഞാൻ ഇവളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയതാ തിരിച്ചവള്. അവസാനം ഒരു അച്ഛൻ പറഞ്ഞടാ അവളുടെ കുഴപ്പമില്ല, നീ അവളെ സ്വീകരിക്കൂ, അവളിലൊരു ആത്മാവുണ്ട്, അത് പോയി കഴിഞ്ഞാൽ അവൾ റെഡിയാവുമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പ്രതീക്ഷയിൽ വന്നതാണ്. ആ അച്ഛന് ഭയങ്കര തിരക്കാന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. ആദ്യത്തെ തവണ ഞാൻ വെള്ളം കൊടുത്തു വിട്ടു. ഇപ്പം നമ്മൾ വെള്ളത്തിലേക്ക് ഈ എനർജി സന്വേഷിപ്പിക്കാം. ഈ വെള്ളം കുടിക്കുമ്പോൾ പലർക്കും വ്യത്യാസം വരുന്നുണ്ട്. എത്രയോ
ന്യൂസിലൻഡിലൊരു ലേഡി ഇപ്പം ഇന്ന് എനിക്ക് വീണ്ടും ബുക്കിംഗ് വന്നിട്ടുണ്ട് അവരുടെ ബുക്ക് ചെയ്തിട്ടെന്ന് ചോദിച്ചിട്ട്. ഞാൻ ഇവിടെ നിന്നിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. അവിടെ ഇരിക്കുന്ന വെള്ളം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് എനർജി ഇൻഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിക്കുമ്പോൾ അവർക്ക് വ്യത്യാസം വരുന്നുണ്ട്, മാനസിക പ്രശ്നങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. അത് വെള്ളം തളിക്കുന്നിടത്ത് ഈ പറയുന്ന എൻറ്റിറ്റീസിൻ്റെ ശല്യം നിൽക്കുന്നുണ്ട്. അതിനെതിരെയുള്ള ഒരു ശക്തി ചെന്ന് കഴിഞ്ഞാൽ ഇത് വിട്ടുപോകണം. നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നല്ല, അതിനകത്ത് ആരായിരുന്നു അവരോടൊപ്പം ഉണ്ടായിരുന്നത്? ഏതായിരുന്നു ആ സ്ത്രീയോടൊപ്പം ഉണ്ടായിരുന്നത്? ഏത് സ്ത്രീയുടെ ആയിരുന്നു പറഞ്ഞത്? ആ ഫ്ലാറ്റിൽ താമസിച്ചിരുന്നത്. അവരുടെ കൂടെ ഒരു 40 വയസ്സിന് മേലെ പ്രായമുള്ള ഒരു ആത്മഹത്യ ചെയ്തൊരു സോളുണ്ട്. ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു അടുത്ത തവണ വരുമ്പോൾ നമുക്കത് പുറത്തേക്ക് ആക്കാളെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സോള് തന്നെയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ആ സോളിന്റെ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ ചാത്തനേക്കാളൊക്കെ ബുദ്ധിമുട്ട് സോളുകളെ കൊണ്ടാണ്. ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്നതെല്ലാം ബുദ്ധിമുട്ടുകൾ, കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടിക്കുന്നത് ഈ സോൾ പ്രസൻസ് ആണ്, ആത്മാക്കളാണ്. ചാത്തനയ്ക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് എതിരെയുള്ള ഒരു എനർജി കിട്ടിക്കഴിഞ്ഞാൽ അവരങ്ങ് ഇട്ടേച്ചങ്ങ് പോവും. ഇതല്ല, ഇവർക്കും അതായത് നമ്മൾ മരിച്ചാലും നമ്മൾ ചിന്തിക്കുന്ന കോൺഷ്യസ്നെസ് ഉണ്ടല്ലോ, ആ ചിന്താബോധമൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കും. ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ത്രീക്ക് തൻ്റെ ഇളയ മകൻ അന്ത്യകർമ്മങ്ങൾ ചെയ്യണം, ഒന്നുകൂടി ശേഷക്രിയകൾ ചെയ്യണം എന്ന് ആ ആഗ്രഹമുള്ളതുകൊണ്ട് അവരവിടെ നിൽക്കുകയാണ്.